ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗൂഗിൾ ഫോമിലൂടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇത്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് നമ്മുടെ മെയിൽ സിസ്റ്റം ഇനേബിൾ ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ട് ഉപയോഗിച്ചാണല്ലോ നമ്മൾ ഗൂഗിൾ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ഡ്രൈവും അതേപോലെ തന്നെ ജിമെയിൽ അക്കൗണ്ടും ഒരേ സമയത്ത് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഞാൻ മുമ്പ് ചെയ്ത അതേ ക്വിസിൻ്റെ ഫോർമാറ്റ് ഓപ്പൺ ചെയ്യുന്നു. അഥവാ ഗൂഗിൾ ഫോമിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വിസിൻ്റെ ഒരു ഫോർമാറ്റാണിത്. ആ ഫോർമാറ്റ് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് റൈറ്റ് ഭാഗത്തുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ഓൺസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ തുറന്നു വരുന്നു. അവിടെ സർട്ടിഫൈ മീ എന്ന ഒരു ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്യുക സർട്ടിഫൈ മീ. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ കണ്ടിന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചില പെർമിഷനൊക്കെ നമ്മൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഏത് അക്കൗണ്ടാണോ ഓപ്പൺ ചെയ്തത് ആ അക്കൗണ്ട് ഉപയോഗിച്ച് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അലോ കൊടുക്കുക. നമ്മുടെ പെർമിഷൻ ഇവിടെ ഗ്രാൻഡായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്യുന്നത്. അഥവാ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലെ ആഡ് ഓണിലേക്ക് ഇൻസ്റ്റാൾ ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആഡ് ഓൺ ഐക്കൺ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സർട്ടിഫൈ മീ എന്ന ഓപ്ഷനിലേക്ക് മാറി നമുക്ക് അതിൻ്റെ കൺട്രോളിലേക്ക് പോകാം. അഥവാ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്, എഡിറ്റുകളാണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നർത്ഥം. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ വരുന്ന പുതിയ ഒരു ടാബ് കാണാം, ഇങ്ങനെ ഒരു വിൻഡോ. ഈ വിൻഡോയിൽ ടേൺ ഓൺ എന്ന ഭാഗത്താണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ടേൺ ഓൺ ആയതിനു ശേഷം, ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ലിങ്ക് ടു എക്സാം അഥവാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വിസ് ഈ ഫോർമാറ്റുമായി അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുമായി ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് ടു മൈ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കത് ലിങ്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ലിങ്ക് ചെയ്തതിനു ശേഷം അടുത്ത ഭാഗത്ത് കാണുന്ന സർട്ടിഫിക്കറ്റ് റെക്കോർഡ്സ്, എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് റെക്കോർഡ്സ് എന്നൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാം. ഇതിൽ മറ്റൊരു മെത്തേഡ് കൂടെയുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഒരു മനോഹരമായ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. തൽക്കാലം അതവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി പാസിംഗ് മാർക്കുകൾ എത്ര വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. 55 മുതൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഏവറേജ് മാർക്ക് നേടിയ കുട്ടികളൊക്കെ പാസ്സായതായി നമുക്ക് കണക്കാക്കുന്നതിന് വേണ്ടി ഒരു 55% കൊടുക്കാം. ഇനിയുള്ളത് ടെംപ്ലേറ്റുകൾ തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കുക. ഏതൊക്കെ ടെംപ്ലേറ്റുകൾ ഉണ്ട് എന്ന് കാണുന്നതിന് വേണ്ടി പ്രിവ്യൂ ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ ടെംപ്ലേറ്റുകളും കാണാവുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ മോഡലുകളാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ കാണുന്ന ആരോ കീയിൽ കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ഇമെയിൽ മീ എ സാമ്പിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു മോഡൽ നമുക്ക് മെയിലായി ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തതായി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സുകൾ കുറച്ച് കൂടുതലുണ്ട്. ആ സെറ്റിങ്സുകൾ എന്ത് ചെയ്യണമെന്ന ഭാഗത്ത് അഥവാ അഡ്വാൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ എക്സാം ഓപ്ഷൻസ്, ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തതിന് നന്ദി, വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നോ, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നോ, താങ്ക് യു ഫോർ വാച്ചിങ് എന്നോ എന്താണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ ആ ഒരു ക്യാപ്ഷൻ നമുക്കിവിടെ മെസ്സേജ് ഷോൺ അപ്പോൺ സബ്മിഷൻ ഇവിടെ നമുക്ക് കൊടുക്കാം. അതായത് ക്വിസ് കോമ്പറ്റീഷൻ പൂർത്തിയായി കഴിയുമ്പോൾ കാണുന്ന മെസ്സേജാണിത്. പാർട്ടിസിപ്പൻസ് ഒക്കെ ഈ മെസ്സേജാണ് കാണുക. ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ പൂർത്തിയായി എന്നും വിജയകരമായി പൂർത്തിയായി എന്നുമുള്ള മെസ്സേജാണ് പോകുന്നത്. നെയിം ഓഫ് സെൻറ്റർ, സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ആരാണോ പേഴ്സൺ നടത്തുന്നത് അവരുടെ പേര് വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നെയിം ഓഫ് സെൻറ്റർ എന്ന ഭാഗത്ത് കൊടുക്കാം. സബ്ജക്റ്റ് ഓഫ് ഇമെയിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് വിഷയം, എന്തിനാണ് ഈ മെസ്സേജ് വിടുന്നത് എന്നതിനുള്ള ഒരു സബ്ജക്റ്റ് കൊടുക്കാവുന്നതാണ്. ഈ മെസ്സേജിൽ എന്താണ് കണ്ടൻറ്റ് വേണ്ടത് അത് നമുക്കിവിടെ കൊടുക്കാം. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് വിത്ത് യു, താങ്ക്സ് എന്ന് നമുക്ക് ഒരു കണ്ടൻറ്റ് കൊടുക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് BCC അഥവാ ഈ സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെ സെൻഡ് ആവണമെന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാം. സെൻഡ് എസ് PDF നിർബന്ധമായും കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഫോർമാറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം. ഇനി മുൻകൂട്ടി രജിസ്റ്റേർഡ് ആയ ഡേറ്റ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് സേവ് ആയി കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്,
ഇമെയിൽ മീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൻ്റെ ഒരു ഫോർമാറ്റ് മെയിൽ എത്തിയിട്ടുണ്ടാകും. അതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണുന്നതിന് വേണ്ടിയും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനു വേണ്ടിയുമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ കൂടുതൽ അപ്ഗ്രേഡ് വേർഷൻസ് ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്ഗ്രേഡിൽ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് ഓപ്ഷൻസോടുകൂടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ കൃത്യമായ യൂസേജിനുള്ള റൈറ്റ്സുകൾ നമുക്ക് ലഭ്യമാണ്. എനിക്ക് മെയിൽ ലഭിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇതാണ് സർട്ടിഫിക്കറ്റിൻ്റെ മോഡൽ, ലിസ സിംസൺ. ഈ പേര് എങ്ങനെയാണ് കുട്ടികളുടെ പേരുകൾ വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്താൽ ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം. അവരുടെ മെയിലിലേക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഫോർമാറ്റ് മെയിലിലോ വാട്സാപ്പിലോ അത് കുട്ടികൾ പൂർത്തിയാക്കിയതിന് ശേഷം അവർ സബ്മിറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതേപോലെ ക്വിസ് മത്സരത്തിൽ അവർ കൃത്യമായി പങ്കെടുക്കുന്നു. ഓരോ വിഷയത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിൻ്റെയും കൃത്യമായ ആൻസറുകൾ കൂട്ടുകാർ അവിടെ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ കിട്ടിക്കഴിഞ്ഞു. അതായത് ഒന്നാമതായി ഇമെയിൽ അഡ്രസ്സാണ് നമ്മൾ ചോദിച്ചത്. കാരണം അവരുടെ സർട്ടിഫിക്കറ്റുകൾ അതിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇമെയിൽ ഐ ഡി ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അവർ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു. ഈ മെയിലിലേക്കാണ് കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി സെൻഡ് ആവുന്നത്. ഇനി രണ്ടാമത്തത് കുട്ടിയുടെ പേരാണ് വേണ്ടത്. ഈ പേരായിരിക്കും സർട്ടിഫിക്കറ്റിൽ വരുന്നത്. റിക്വയർഡ് എന്ന ഭാഗത്ത് ഈ ഭാഗം കൊടുത്താൽ ഇത് മുഴുവനും സർട്ടിഫിക്കറ്റിൽ കാണുകയും ചെയ്യും. അതുകൊണ്ട് ചോദ്യങ്ങൾ റിക്വയർഡ് എന്നത് ഈ 2 മാത്രമാക്കുകയും ബാക്കിയുള്ളവ ഓപ്ഷണൽ ഉത്തരമാക്കുകയും ചെയ്താൽ സർട്ടിഫിക്കറ്റിൽ വരുന്നവ എന്ത് എന്ന് നമുക്ക് കാണാനും അതല്ലെങ്കിൽ മനസ്സിലാക്കാനും കഴിയും. ഞാനിവിടെ ഒരു ഉത്തരം റിക്വയർഡ് എന്ന ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് സർട്ടിഫിക്കറ്റിൽ വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തതിന് നന്ദി, വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. കുട്ടികളുടെ മാർക്ക് വേണമെങ്കിൽ അവർക്ക് ഇവിടെ കാണാവുന്നതാണ്. അത് ഓരോ ഓപ്ഷൻസും നമുക്ക് ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാമെന്ന് നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. ഇനി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണ് കാണുക എന്ന് വേണ്ടി അവരുടെ മെയിലിലേക്ക് പോകുന്നു. ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത ആ മെയിലിലേക്ക് പോയാൽ ഓക്കെ, GHS കുഞ്ഞോ, ഞാൻ സെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പേരിലാണ്. ഈ സർട്ടിഫിക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ച എല്ലാ മെസ്സേജുകളും ഇവിടെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർട്ടിഫൈ മീ ഒരു പെയ്ഡ് വെർഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മണിമലാസ് TV എന്നതിന് താഴെ ഗുഡ് ഇ എന്നതൊക്കെ റിക്വയർഡ് എന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് അതൊക്കെയും സർട്ടിഫിക്കറ്റിലേക്ക് വന്നത്. നമുക്കതൊക്കെ ഒഴിവാക്കി റിക്വയർഡ് എന്ന ഭാഗത്ത് കുട്ടിയുടെ പേരും ഇമെയിൽ അഡ്രസ്സും മാത്രം ചോദിച്ചാൽ അത് കൃത്യമായി നമുക്ക് ലഭിക്കുകയും ആവശ്യമായ മാറ്റങ്ങളോടുകൂടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗൂഗിൾ ഫോമുമായി ബന്ധപ്പെട്ടത് തന്നെ ഇനിയും വിശദമായി സംസാരിക്കാനുണ്ട്. താങ്ക് യു.